ശരിക്കും സോളാർ മേഖല ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ടോ? പലരും പറയാൻ മടിക്കുന്ന ആ സത്യം നിങ്ങൾക്കറിയാമോ? ജൂൺ 1 മുതൽ നോൺ ഡി സി ഐ പാനൽസ് ബാൻ ചെയ്തതിന്റെ ഫലമായിട്ട് ഡി സി ഐ പാനൽസുകളുടെ ആവശ്യകത വർദ്ധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പല പ്രമുഖ ബ്രാൻഡുകളുടെയും ഡി സി ഐ പാനൽസുകൾ കിട്ടാത്തൊരവസ്ഥയിലാണ്. 5 കിലോ വാട്ടിന്റെ ഇൻവെർട്ടറുകൾ, SPD, MCB എന്നിവയൊക്കെ ഷോർട്ടേജ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. വിപണിയിൽ ഡിമാൻഡ് 10 ഇരട്ടിയാണ്, പക്ഷേ സപ്ലൈയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. അദാനിയുടെ പാനൽസുകൾ, 5 കിലോ വാട്ട് ഇൻവെർട്ടറുകൾ എന്നിവയൊക്കെ ഷോർട്ടേജ് നേരിടുന്ന ഒരു അവസ്ഥയിലാണ്. ഇന്ത്യയിൽ വലിയ തോതിൽ ആളുകൾ സോളാറിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ ഡിമാൻഡിനൊപ്പം എത്തിപ്പിടിക്കാൻ വിപണിക്ക് സാധിക്കാത്തൊരവസ്ഥയിലാണ്. ഇന്ത്യയിലെ സോളാർ സെല്ലുകളുടെ ആവശ്യകത 50 ജിഗാവാട്ടിലധികമാണ്. എന്നാൽ നമ്മുടെ ആഭ്യന്തര ഉൽപാദനം 25-26% മാത്രമാണ്. ചൈനയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസിന്റെ ഇറക്കുമതിയിൽ നിന്നുള്ള തടസ്സങ്ങൾ, യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ, പുതിയ നിയമങ്ങൾ എന്നിവയൊക്കെ സോളാർ മേഖലയെ വലിയൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഡി സി ഐ പാനൽസുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം വന്നതോടുകൂടി ഡി സി ഐ പാനൽസിന് വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡ് വർദ്ധിക്കുകയുണ്ടായി. ഇതിന്റെ ഫലമായിട്ട് പാനൽസുകൾ ഷോർട്ടേജ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് PM സൂര്യഘർ പദ്ധതിയൊക്കെ വന്നതോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ ഉൾപ്പെടെ സോളാറിലേക്ക് മാറിയത്. ഡിമാൻഡ് കുതിച്ചുയരുക, റോ മെറ്റീരിയൽസ് ലഭിക്കാതിരിക്കുക, കടുത്ത നിയന്ത്രണങ്ങൾ എന്നിവയൊക്കെയാണ് സോളാർ മേഖലയെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. ഈ ഒരു പ്രതിസന്ധി ഡീലർമാരെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും മാത്രമല്ല ബാധിക്കുന്നത്, സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കൂടിയാണ്.